ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മലയാളത്തിൻ്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനവും എഡിറ്റിംഗ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതൊക്കെ പഠിച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് ആദ്യമായിട്ട് പുറത്തിറക്കാൻ പോവുകയാണ്. ഞാൻ ബറോസ് അല്ല, വെറും ബറോസ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു ട്രailer ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതാണ്ട് 2018 തൊട്ടാണ് ഈ ഒരു സിനിമ പ്രഖ്യാപിച്ചത്. ലാലേട്ടൻ വലിയ തിരക്കുള്ള മനുഷ്യനാണ്, നടനാണ്, ബിഗ് ബോസിൻ്റെ അവതാരകനാണ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളാണ്, വലിയ തിരക്കുള്ള ഒരു സെലിബ്രിറ്റിയാണ്. അങ്ങനെ ഒരു 6 വർഷമെടുത്ത് ഇപ്പോൾ സിനിമയൊക്കെ പൂർത്തിയാക്കി അതങ്ങനെ തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രailerും പുറത്തു വന്നു. ബറോസ് ഗാർഡിയൻ ഓഫ് ഗാമാസ് ട്രഷർ എന്ന് പറയുന്ന ഒരു നോവലിനെ ആധാരമാക്കി ആ നോവലിസ്റ്റ് ആയിട്ടുള്ള ജിജോ പുന്നൂസ് തന്നെയാണ് ബറോസിൻ്റെ തിരക്കഥയും എഴുതിയിരിക്കുന്നത്. പിന്നെ നിർമ്മാണം എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ എന്ന് പറയപ്പെടുന്ന ആശീർവാദ് സിനിമാസാണ് നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബറോസ് എന്ന് പറയുന്ന ആ ഒരു ഭൂതത്തിൻ്റെ ടൈറ്റിൽ റോൾ തന്നെയാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കുറേ മായ അങ്ങനെയൊക്കെ ആരൊക്കെയോ കണ്ടു, ഏതൊക്കെയോ ഇംഗ്ലീഷോ യൂറോപ്പിലൊക്കെയുള്ള നടന്മാരാണെന്ന് തോന്നുന്നു. പിന്നെ ആകെ കണ്ട ഒരു പേര് എന്ന് പറയുന്നത് ഗുരു സോമസുന്ദരത്തിൻ്റെ പേരാണ് ലാലേട്ടനെ ഒഴിച്ചിട്ട്. ബാക്കിയൊക്കെ ഒട്ടുമിക്കാലും വിദേശ താരങ്ങളാണ്. ഒരു വിദേശ നാടോടി കഥയെ ആധാരമാക്കിയിട്ടുള്ള സിനിമയൊക്കെയാണെന്നുള്ളത് ലാലേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത് മാർക്ക് ഗിലിയനും ലിതിയൻ നാദസ്വരവും ചേർന്നിട്ടാണ്. ഇനി ഈ ട്രailer കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ. കണ്ടിട്ട് തോന്നിയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മുതിർന്നവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് ട്രailer കാണുന്ന സമയത്ത് എന്താ പറയുക, നമ്മളിപ്പോൾ ക്രിഞ്ച് എന്നൊക്കെ പറയുമല്ലോ, കുറേ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകൾ, ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ്, ആ ലോർഡ് ഓഫ് ദി റിങ്സിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു കുട്ടിച്ചാത്തനെ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ ഗുഹകൾ, നിധി, ട്രഷർ ഹണ്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ വായിച്ചും കണ്ടും മടുത്ത കാര്യങ്ങൾ തന്നെയാണ് ട്രailerൽ തന്നെ കാണുന്നത്. പിന്നെ ട്രailerലുള്ള ഡയലോഗ്സും എന്തോ വലിയൊരു ഫ്രഷ്നെസ്സും സുഖമൊന്നും തോന്നുന്നില്ല. എൻ്റെ മാത്രം കുഴപ്പമാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ സിനിമയെപ്പറ്റി ഇതൊരു 3D സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ ആളുകൾ പരാമർശിക്കാൻ സാധ്യതയുള്ളത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന 3D സിനിമയെ പറ്റിയിട്ടായിരിക്കും പലരും ഓർമ്മിക്കുകയും പരാമർശിക്കുകയും ചെയ്യുക. മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു മിത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന, ജനിച്ച് വീഴുമ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു മിത്താണ് കുട്ടിച്ചാത്തൻ്റെ മിത്ത് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിദേശി ഭൂതം പോലെ ആയിട്ടുള്ള ഈ ബറോസിന് എത്രത്തോളം ആളുകളുടെ മനസ്സിൽ കയറിക്കൂടാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. കാരണം നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഭൂതമാണിത്. പക്ഷെ കുട്ടിച്ചാത്തൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭൂതമായിരുന്നു. ഇപ്പോൾ ട്രെയിലറൊക്കെ കണ്ടിട്ട് വല്ലാതെ ആവേശമുള്ള ഈ ലാലേട്ടൻ്റെ ഈ ഭൂതവും എല്ലാം കൂടി കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ട് രക്ഷിതാക്കളൊക്കെ നിർബന്ധിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് സിനിമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ വിജയിക്കാനും സാധ്യതയുണ്ട്. പിന്നെ 3D ഫ്രെയിം ബ്രേക്ക് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ട്രailerും കാണിച്ചിരിക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെയാണ് ഉള്ളത്. ഒരുപാട് വിദേശീയരൊക്കെ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെയായാലും ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരത് ഇഷ്ടപ്പെടുമെന്നും സിനിമ വലിയൊരു വിജയമാകുമെന്നും പ്രതീക്ഷിക്കാം.